നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം. ടോപ്പ് 7 ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വമ്പന്മാരെ ഒഴിവാക്കി SIT. ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ മാത്രം കേന്ദ്രീകരിച്ച് ഗൂഢാലോചന ആരോപിച്ച് SITയുടെ റിപ്പോർട്ട്. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ സ്വർണത്തിന് പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധൻ പണം കൈമാറിയത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണെന്നും SIT ഹൈക്കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് മുഖ്യ പങ്കുണ്ട്. സ്വർണത്തിന് പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനല്ല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയതെന്നും SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചനയാണ്. ശ്രീകോവിലെ മറ്റു സ്വർണ്ണപ്പാളികളും കവർച്ച ചെയ്യാൻ ആസൂത്രണമുണ്ടായി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പരയെന്നും SIT വ്യക്തമാക്കി. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. CDR പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായി. സ്വർണ്ണക്കവർച്ചയിൽ സംഘടിത കുറ്റകൃത്യം നടന്നുവെന്നും കണ്ടെത്തി. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് SIT ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത്. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശമനുസരണമെന്നും കൽപേഷ് മൊഴി നൽകിയെന്നും SIT പറയുന്നു. ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി. സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നാലെ ശബരിമലയിലെ നെയ്യ് വിതരണത്തിലും വിൽപ്പനയിലും ക്രമക്കേട്. ആടിശിഷ്ടം നെയ്യ് വിതരണത്തിൽ 16 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നു. ഇത്തവണത്തെ മണ്ഡലകാലത്ത് വിതരണത്തിന് കൗണ്ടറിൽ എത്തിച്ച 16,000 കവർ നെയ്യ് കാണാനില്ലെന്ന പരാതിയിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഴിമതിയുടെ കേന്ദ്രമായി മാറി ശബരിമല. സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നെയ് വിതരണത്തിലും നടത്തി. ആടിയ ശിഷ്ടം നെയ്യിന്റെ 100 ഗ്രാം വീതമുള്ള 16,000 പാക്കറ്റ് കാണാനില്ല. കവർ ഒന്നിന് 100 രൂപ കണക്കാക്കുമ്പോൾ 16 ലക്ഷം രൂപയുടെ കുറവുണ്ട്. നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകർക്കായി കരുതിയ നെയ്യിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർ ഏറ്റുവാങ്ങിയാണ് നെയ്യ് പാക്കറ്റ് വിൽപ്പനയ്ക്കായി കൗണ്ടറിലേക്ക് നൽകുക. തുക ദേവസ്വം അക്കൗണ്ടിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലായിരുന്നു ക്രമക്കേട് തെളിഞ്ഞത്. ദിവസം എത്ര പാക്കറ്റ് നിറച്ചു, വിതരണത്തിന് എത്ര നൽകി തുടങ്ങിയ എല്ലാ കണക്കുകളും കൃത്യമായി സൂക്ഷിക്കാത്തതാണ് ക്രമക്കേടിന്റെ വ്യാപ്തി കൂട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം. ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ. ജനാധിപത്യ സർക്കാരിന് ബോർഡിനെ നിയന്ത്രിക്കാൻ അധികാരമുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം സർക്കാർ നിർദ്ദേശിക്കുന്നത് മാത്രമെന്നും വാദം. പരാമർശം ദേവസ്വം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച 2023 യോഗത്തിന്റെ മിനിറ്റ്സിൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പക്ഷേ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിൽ പങ്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ജനം എക്സ്ക്ലൂസീവ്. ദേവസ്വം ബോർഡുകൾ സ്വതന്ത്ര പരമാധികാര സ്ഥാപനമെന്നാണ് സ്വർണ്ണക്കവർച്ച കേസ് പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം വാദിച്ചത്. അതിനാൽ തന്നെ സർക്കാരിന് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ പങ്കില്ലെന്നും കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്നതെല്ലാമായിരുന്നു വാദം. മന്ത്രി V ശിവൻകുട്ടിയടക്കമുള്ളവർ ഇതേ വാദം പലകുറി ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 2023 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ച യോഗത്തിൽ സർക്കാർ നിലപാട് ഇതായിരുന്നില്ല. ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്ത ദേവസ്വം ഭൂമികളുടെ നഷ്ടപരിഹാര തുക കൈക്കലാക്കാൻ വേണ്ടി സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നത് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കേണ്ടത് സർക്കാർ നിയന്ത്രണത്തിലാണെന്ന്. ജനാധിപത്യ സർക്കാരിന് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ പ്രതിബദ്ധതയുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സ്വാതന്ത്ര്യം സർക്കാർ നിർദ്ദേശിക്കുന്നത് മാത്രമെന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലിറങ്ങിയ ഉത്തരവിലാണ് ദേവസ്വം ഭൂമികളെല്ലാം സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നതും അതുവഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കേണ്ട കോടികൾ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും. ഫലത്തിൽ സ്വർണ്ണക്കവർച്ച കേസിലെ ഉത്തരവാദിത്വത്തിൽ നിന്നൊളിച്ചോടാൻ ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി പദവി അംഗീകരിച്ച സർക്കാർ ദേവസ്വത്തിന്റെ പണം അപഹരിക്കാൻ അത് തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. ഹിന്ദു സമൂഹം സർക്കാരിന്റെ ഏത് നിലപാട് വിശ്വസിക്കണമെന്നതാണ് ചോദ്യം. ദേവസ്വം ബോർഡുകൾ പരമാധികാര സ്ഥാപനങ്ങളാണോ അതോ സർക്കാരിന്റെ അടിമ സ്ഥാപനങ്ങളാണോ? പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.
ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയെടുത്തത് ചോദ്യം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന ആവശ്യം. നഷ്ടപരിഹാര തുകയായ കോടികൾ സർക്കാർ കൈക്കലാക്കിയതും വിചിത്ര അവകാശവാദവും പുറത്തുകൊണ്ടുവന്നത് ജനം ടിവിയാണ്. ജനം എക്സ്ക്ലൂസീവ്. സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന കോടാനുകോടികളുടെ ദേവസ്വം ഭൂമിക്കൊള്ളയിൽ ജനം ടി വി പുറത്തുവിട്ട തുടർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹൈക്കോടതിയിലെ ഹർജി. ദേശീയപാതകൾക്ക് ദേവസ്വം ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം ലഭിച്ച 27 കോടിയോളം രൂപ ദേവസ്വം ബോർഡുകൾക്ക് നൽകാതെ സർക്കാർ സ്വന്തം കീശയിലാക്കിയിരുന്നു. 2023 ഭൂമി ഏറ്റെടുക്കലുകളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഉത്തരവിൽ ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ഭൂമികളാണെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു. ജനം ടി വി പുറത്തു കൊണ്ടുവന്ന ഈ 2 നിയമവിരുദ്ധ നീക്കങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഹർജി നൽകിയത്. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക ദേവസ്വം ബോർഡിന് ലഭ്യമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മൈനറായ ഭഗവാന്റെ സ്വത്ത് സർക്കാർ കൈക്കലാക്കുന്നത് നിയമവിരുദ്ധമായതിനാൽ നഷ്ടപരിഹാര തുകയും ഇത്രയും കാലത്തെ പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നും ഹർജിയിലുണ്ട്. മേലിൽ സമാനമായ നഷ്ടപരിഹാരങ്ങൾ സർക്കാർ ഇടനിലയില്ലാതെ ദേവസ്വം ബോർഡിന് കൈമാറണം. ദേവസ്വം ഭൂമികളുടെ അവകാശം ദേവസ്വത്തിന് മാത്രമാണെന്നും സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാനാകില്ലെന്നും പ്രഖ്യാപിക്കണം. ദേവന്റെ സ്വത്ത് സർക്കാർ സൗജന്യമായി വിട്ടു നൽകിയ ഗവൺമെന്റ് ഭൂമിയിലാണെന്ന അവകാശവാദം 1950 ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ 327 സെക്ഷനുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നഷ്ടപരിഹാരം കൃത്യമായി വാങ്ങിയെടുക്കുന്നതിലും അധിക തുക വാങ്ങിയെടുക്കുന്നതിലും വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്നും ഹർജിയിൽ വിമർശിക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. തമിഴക വെട്രിക്കഴകം നേതാവും സിനിമാ നടനുമായ വിജയ്ക്ക് CBIയുടെ സമൻസ്. കരൂരിൽ പാർട്ടി പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും വിട്ട് 41 പേർ മരിച്ച കേസിലാണ് സമൻസ്. ജനുവരി 12 ഹാജരാകാനാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വിജയ്ക്ക് CBIയുടെ സമൻസ്, മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഈ മാസം 12 ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് CBI. നമുക്കറിയാവുന്നതാണ്, സെപ്റ്റംബർ 27 നടന്ന ആ സംഭവത്തിൽ, അതായത് കാരൂരിലെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 60 പേരുടെ പരിക്ക് ഗുരുതരമായാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം പരിഗണിച്ച സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നടപടിയുടെ ഭാഗമായി ഈ മാസം 12 അവിടെ ഹാജരാകണം, അതായത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണം, CBI ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഈ കാരൂരിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒരു നിരുത്തരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായാണ് ഉണ്ടായത്. വളരെ ചുരുക്കം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റിൽ നിന്നും അനുമതി വാങ്ങിയതിന് ശേഷം വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നതിന് വേണ്ടി പരിപാടി മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ഏതാണ്ട് 6 മണിക്കൂറോളം വൈകിപ്പിക്കുകയും തുടർന്ന് വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവുകയും അവർക്ക് പുറത്തേക്ക് നീങ്ങാൻ സാധിക്കാത്ത വളരെ ഇടുങ്ങിയ റോഡുകളുള്ള ഒരു പ്രദേശത്തേക്ക്, ഒരു പ്രധാന റോഡിലേക്ക് എല്ലാവരും തിങ്ങി നിറയുകയും ചെയ്യുകയും സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ അത് 41 പേരുടെ മരണത്തിലുണ്ട് കലാശിച്ച തിക്കും തിരക്കിലേക്ക് നയിക്കുകയായിരുന്നു. മാത്രമല്ല, മതിയായ സൗകര്യങ്ങൾ, വെള്ളം ലഭിക്കുന്നതിന് ഒന്നും തന്നെ സൗകര്യങ്ങൾ ലഭ്യമാക്കാതെ, പ്രോട്ടോകോൾ പാലിക്കാതെ, മോബ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ പാലിക്കാതെ ചെയ്ത ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വിജയുടെ നേരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ കൂടി വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുപ്രം കുണ്ട്രം കോടതി വിധി ഭക്തരുടെ വിജയമെന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. സനാതനധർമ്മം പകർച്ചവ്യാധി എന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് വിധി. ഈ വിധി സ്റ്റാലിൻ സർക്കാർ മാനിക്കണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. அதனால் இந்த ஜட்ஜ்மெண்டை நான் பக்தர்கள் சார்பாக, முருக பக்தர்கள் சார்பாக நான் அன்போடு இந்த ஜட்ஜ்மெண்டை வரவேற்கிறேன். இந்த ஜட்ஜ்மெண்டை திமுக அரசாங்கம் உடனடியாக நிறைவேற்ற வேண்டும். பக்தர்கள் சென்று அந்த திருப்பரங்குன்றம் மலை மேல தீபம் ஏற்றுவதற்கு உடனடியாக இந்த உத்தரவை நடைமுறைப்படுத்த வேண்டும் என கேட்டுக்கொள்கிறேன். ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 2 കൊലപാതകങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 40 വയസ്സുകാരിയായ ഹിന്ദു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായും റിപ്പോർട്ട്.
ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നു. 2 ഹൈന്ദവർക്ക് കൂടി ജീവൻ നഷ്ടമായി. ജഷീർ ജില്ലയിൽ ഫാക്ടറി ഉടമയും ദൈനിക് ഖബർ ദിനപത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന റാണ പ്രതാപിനെ ഇന്നലെ വെടിവെച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മാധ്യമപ്രവർത്തനത്തോടൊപ്പം കൊപ്പീലിയ ബസാറിൽ ഐസ് ഫാക്ടറി നടത്തുന്ന വ്യവസായി കൂടിയായിരുന്നു റാണ. റാണയെ ഐസ് ഫാക്ടറിയിൽ നിന്നും വിളിച്ചിറക്കി വെടിവെച്ചു കൊല്ലുകയായിരുന്നു. മണിക്കൂറുകൾക്കകം നാർസിൻഡി ജില്ലയിലെ മോനി ചക്രവർത്തി എന്ന ഹിന്ദു വ്യാപാരിക്കും ജീവൻ നഷ്ടമായി. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കടുത്ത ഉപദ്രവമേൽപ്പിച്ചാണ് കൊലപാതകം നടത്തിയത്. കൂടാതെ ഒരു ഹിന്ദു യുവതിയും അതിക്രൂര പീഡനത്തിനിരയായി. ഇവരെ മരത്തിൽ കെട്ടിയിടുന്നതിന്റെയും മുടി മുറിച്ചു മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ വന്നതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരിക്കെ തടവിൽ പാർപ്പിച്ചിരുന്ന ഭീകരരെ വിട്ടയച്ചതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിരോധനം നീക്കിയതും രാജ്യത്ത് വർഗീയ ലഹളകൾ പെരുകാൻ കാരണമായി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയതുപോലെ സർവകലാശാല ഫണ്ട് ഡോളറാക്കി മാറ്റി. 20,000 ഇന്ത്യൻ രൂപയ്ക്ക് പകരം 20,000 US$ വിദേശ ബാങ്കിന് കൈമാറിയെന്ന് സ്ഥിരീകരണം. കേരള സർവകലാശാലയുടെ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ നടന്ന ഡോളർ തട്ടിപ്പ് പുറത്ത്. തട്ടിപ്പ് 3 വർഷമായിട്ടും മൂടിവെച്ച് കേരള സർവകലാശാല. അതേസമയം തട്ടിപ്പിലെ ഉപസമിതി റിപ്പോർട്ട് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ തള്ളുകയും ചെയ്തു. ജനം ബ്രേക്കിംഗ്. ശബരിമലയിൽ സ്വർണം ചെമ്പായതിന് സമാനമായി 20,000 രൂപയ്ക്ക് പകരം 20,000 വിദേശ ബാങ്കിന് കൈമാറിയ തട്ടിപ്പ് 3 വർഷമായിട്ടും മൂടിവെച്ചിരിക്കുകയാണ് കേരള സർവകലാശാല. ഗവേഷണ ബിരുദമോ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളോ ഇല്ലാത്ത വിദേശിയായ ഒരു ജേർണലിസ്റ്റ് കേരള സർവകലാശാല ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ ഓൺലൈൻ വഴി പ്രഭാഷണം നടത്തിയതിനുള്ള വേതനമായി നിശ്ചയിച്ചിരുന്ന 20,000 രൂപയ്ക്ക് പകരം 20,000 നൽകിയതായാണ് കണ്ടെത്തിയത്. $230 20,000 രൂപയ്ക്ക് പകരം 20,000 അമേരിക്കൻ ബാങ്ക് വഴി പ്രഭാഷകന് നൽകാൻ ഒരു വിദേശ കൺസൾട്ടന്റിന് കൈമാറിയത്. സർവകലാശാലയുടെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ R. ഗിരീഷ് കുമാറിനെയാണ് ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിയമിച്ചിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്കയെക്കുറിച്ച് പഠനം നടത്തുന്ന സെന്ററിന് അനുവദിച്ച ഫണ്ടിൽ നിന്നുമാണ് തുക വകമാറ്റൽ. ഓൺലൈനായി പ്രഭാഷണം നടത്തിയ വ്യക്തിയുടെ പേരിൽ മാത്രം നൽകേണ്ട തുക ഒരു കൺസൾട്ടന്റിന് കൈമാറിയതിൽ ദുരൂഹതകളുള്ളതായും ആരോപണമുണ്ട്. യൂണിവേഴ്സിറ്റി അക്കൗണ്ട് സൂക്ഷിച്ചിട്ടുള്ള SBI കാര്യവട്ടം ശാഖാ മാനേജർ ടെക്നോ പാർക്കിലെ ബാങ്കിന്റെ തേജസ്വിനി ബ്രാഞ്ച് മുഖേനയാണ് ബാങ്ക് ഓഫ് അമേരിക്ക വഴി കൺസൾട്ടന്റിന് $20,000 കൈമാറിയത്. ഭീമമായ തുക സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ടത് സെന്റർ ഡയറക്ടർ ഗിരീഷ് കുമാർ സർവകലാശാലയെ അറിയിച്ചില്ല. തുക മടക്കി അയപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും സർവകലാശാല ഫണ്ടിൽ തിരികെ ലഭിച്ചിട്ടുമില്ല. മാത്രമല്ല, പ്രഭാഷണത്തിന് നൽകേണ്ട 20,000 രൂപ അദ്ദേഹം നേരിട്ട് കൈമാറിയതായും സർവകലാശാലയെ അറിയിച്ചിരിക്കുകയാണ്. സർവകലാശാല രജിസ്ട്രാർ ഒഴിവാക്കി ഡയറക്ടർ തന്നെ ബാങ്ക് ഓംബുഡ്സ്മാന് നേരിട്ട് പരാതി നൽകിയിട്ടും മേൽ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ഡയറക്ടർ സർവകലാശാലയെ അറിയിച്ചിരിക്കുന്നത്. വിഷയത്തിലെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശ സ്വീകരിക്കാനാകില്ലെന്നാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേലിന്റെ നിലപാട്. ഡോളർ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും നിവേദനം നൽകി. S. ശാലിനി, ജനം, തിരുവനന്തപുരം. പുനർജനി പദ്ധതിയിൽ VD സതീശനെ മണപ്പാട്ട് ഫൗണ്ടേഷനുമായുള്ള ബന്ധത്തിൽ സംശയം. സതീശന്റെ വിദേശയാത്രയുടെ ചെലവ് വഹിച്ചത് ഫൗണ്ടേഷൻ എന്നും കണ്ടെത്തൽ. വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. വിദേശ പണം കൈകാര്യം ചെയ്യാൻ പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയെന്നും വിജിലൻസ് സ്ഥിരീകരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തിൽ സംശയമുണ്ടെന്ന് വിജിലൻസ്. പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും 27/11/2018 മുതൽ 8/3/2022 വരെ ആ അക്കൗണ്ടിലൂടെ വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായ രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി 1,23,33,545.24 രൂപ പിരിച്ചെടുത്തു. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറന്റ് അക്കൗണ്ട് വഴിയും ആണ് പണം സ്വരൂപിച്ചതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം UK-യിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOUവും ഒപ്പുവച്ചിട്ടില്ല. സാധാരണഗതിയിൽ NGOകൾ തമ്മിൽ ഇത്തരം ഇടപാടുകൾ MOU ഒപ്പുവയ്ക്കാറുണ്ട്.
ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK താമസ സൗകര്യവും മറ്റു ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. UK യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും VD സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാലക്കാട് CPI പോര് രൂക്ഷമായി കഴിഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മുൻ MPയും CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S. അജയ്കുമാർ. എന്നാൽ അജയ്കുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്ന് തിരിച്ചടിച്ച് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് രംഗത്തെത്തി. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുമ്പോൾ പാലക്കാട് CPI പോര് മുറുകുകയാണ്. ദീർഘകാലമായി CPI പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മുൻ MPയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S. അജയ്കുമാർ CPIക്കെതിരെ ആഞ്ഞടിച്ചത്. ബിനോയ് വിശ്വം ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPMനും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ CPIക്കുമാണ് എന്നതാണ് സമീപനമെന്നും അജയ്കുമാർ പറഞ്ഞു. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. കേവലം 5% വോട്ട് മാത്രമേ സംസ്ഥാനത്ത് CPIക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് CPIക്ക് ജയിക്കാനാവില്ല. എവിടെയെങ്കിലും 4 CPIക്കാർ ഉണ്ടെങ്കിൽ 4 ആളുള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI എന്നും അജയ്കുമാർ പറഞ്ഞു. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPMനും ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും വിമർശിക്കുന്ന CPIയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ പത്തരമാറ്റ് തങ്കമാണോ എന്നും അജയ്കുമാർ ചോദിച്ചു. പിന്നാലെ അജയ്കുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്നും CPM നിലയ്ക്ക് നിർത്തണമെന്നും CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് തിരിച്ചടിച്ചു. ബിനോയ് വിശ്വം രാജ്യത്ത് അറിയപ്പെടുന്ന നേതാവാണ്. 100 വർഷം പാരമ്പര്യമുള്ളത് CPIക്കാണ്. ആ പാരമ്പര്യം CPMന് പറയാൻ കഴിയില്ലല്ലോ എന്നും പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറിയെ അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണെന്നും സുമലത പറഞ്ഞു. അത് സഖാവ് അജയ്കുമാറിനെ തിരുത്തേണ്ടത് CPIഎമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയ്കുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത്. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. അജയ്കുമാർ എന്ന് പറയുന്ന സഖാവ് 2 തവണ MP ആയത് CPIയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIഎമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. വിഷയം LDF യോഗത്തിൽ ഉന്നയിക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തയ്യാറായിട്ടില്ല. ജനം, പാലക്കാട്. വെനസ്വേലയെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും 30 ദിവസത്തേക്ക് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ വെനസ്വേലിയൻ പാർലമെന്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റായി സ്ഥാനമേറ്റിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ US നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിലപാടുകൾ പുറത്തുവന്നു.
വെനിസ്വേലയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് ട്രംപ്. വരുന്ന 30 ദിവസം രാജ്യത്തെ പൂർണ്ണമായും സജ്ജമാക്കാനുള്ള സമയമാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാനമെന്നും ഇക്കാലയളവിൽ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ അമേരിക്കയുടെ നടപടിയെ എതിർത്തും അനുകൂലിച്ചും അംഗങ്ങൾ രംഗത്തെത്തി. റഷ്യയും ചൈനയും മഡൂറോയെ ഉടൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. അതിനിടെ ഇന്നലെ വെനിസ്വേലയിൽ പാർലമെന്റ് സമ്മേളനം നടന്നു. വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. വാഷിംഗ്ടണുമായി സഹകരിച്ചു പോകാനുള്ള തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ഇന്നലെ US കോടതിയിൽ ഹാജരാക്കിയ മഡൂറോ തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. ഭാര്യ സീലിയ ഫ്ലോറൻസും മയക്കുമരുന്ന് കടത്തിയെന്ന ആരോപണത്തെ കോടതിയിൽ നിഷേധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മറ്റൊരിടവേള. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് നിവേദിക്കും മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി. തന്ത്രിയുടെ സമയം നിശ്ചയിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. 1 പറ അരിയുടെ നിവേദ്യം സമർപ്പിച്ച ശേഷം ഭക്തർക്ക് 11 പറ അരിയുടെ സദ്യ നൽകണമെന്നാണ് പ്രായശ്ചിത്ത വിധിയിലുള്ളത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി നാളിൽ ഭഗവാന് നേദിക്കും മുമ്പ് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ സദ്യയുണ്ട സംഭവത്തിൽ തന്ത്രി പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നൽകിയ കത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രായശ്ചിത്ത കർമ്മത്തിന് അനുമതി നൽകി മറുപടി അയച്ചു. തന്ത്രിയുടെ സമയം നിശ്ചയിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. അപ്പോൾ പള്ളിയോട സേവാ സംഘം ഉപദേശക സമിതി നാട്ടുകാരെല്ലാവരും കൂടി ആ പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ബോർഡിൽ അത് വിട്ട് ബോർഡിന്റെ പെർമിഷൻ കൂടിയേ ചെയ്യാവുന്ന ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു AOയ്ക്ക്. അങ്ങനെ അവിടെ പള്ളിയോട സേവാ സംഘത്തിന്റെ തീരുമാനം ബോർഡിൽ അറിയിച്ച് ഇന്നലെയോ മിനിഞ്ഞാന്ന് അറകന്റെ ഇത് വന്നേ ഓർഡർ വന്നേ ബോർഡിൽ നിന്ന്. അത് AC-ക്കാണ് വന്ന്. ഈ AC-യും പള്ളിയോട സേവാ സംഘം തന്ത്രി അവരും 3 പേരും കൂടെ എടുത്ത് തന്ത്രിക്ക് ഒക്കുന്ന ഒരു ദിവസം മിക്കവാറും ഉത്സവം കഴിഞ്ഞ് നടക്കാൻ പറ്റും. കാരണം ഉത്സവം ഈ സമയമില്ല. ഇനിയിപ്പോൾ തന്ത്രിക്കൂടെ ഇപ്പം തിരക്കുള്ള സമയം, ഇപ്പോൾ ഉത്സവ സീസൺ അല്ലേ, തന്ത്രിമാർക്ക് തിരക്കുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു ഉത്സവം കഴിഞ്ഞിട്ട് നടക്കാൻ കഴിയുള്ളൂ. വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും പരിഹാര പൂജകളും ചെയ്യണം. ഊട്ടുപുരയിൽ 11 പറയുടെയും തിടപ്പള്ളിയിൽ 1 പറയുടെയും വള്ളസദ്യ തയ്യാറാക്കണം. ഭഗവാന് നേദിച്ച ശേഷം വള്ളസദ്യ ക്ഷേത്ര പരിസരത്ത് വിളമ്പണമെന്നും പരിഹാരക്രിയയായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആചാരലംഘനം നടത്തിയ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലുണ്ടാവണമെന്നും പ്രായശ്ചിത്ത കർമ്മങ്ങൾ രഹസ്യമായല്ലാതെ പരസ്യമായി നടത്തണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വം മന്ത്രിയോടൊപ്പം കൃഷിമന്ത്രിയും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും ആചാരലംഘനത്തിന് കൂട്ടുനിന്നിരുന്നു. ജനം, പത്തനംതിട്ട. ഇന്ത്യൻ സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച വിസ്മയം AR റഹ്മാൻ ഇന്ന് ജന്മദിനമാണ്. ഓസ്കാർ ജേതാവും ഭാരതത്തിന്റെ അഭിമാനവുമാണ് ഈ മഹാസംഗീതജ്ഞൻ. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ. സ്വരങ്ങളുടെ ലോകം കീഴടക്കിയ സംഗീതത്തിന്റെ മഹാഗുരുവിന് ജന്മദിനം. സംഗീതം ജീവനും ആത്മാവുമാക്കിയ മഹാപ്രതിഭ. He was not doing what others were doing. He was trying to do something very different. There's not only one way of scoring, there are other ways of scoring.
1992 മണിരത്നം സംവിധാനം ചെയ്ത റോജയിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച റഹ്മാൻ പിന്നീട് തന്റെ മാന്ത്രിക വിരലിലൂടെ തീർത്തത് മഹാത്ഭുതങ്ങൾ. ഇന്ത്യൻ സിനിമയുടെ ശബ്ദഭംഗിയെ തന്നെ മാറ്റി എഴുതിയ കലാകാരൻ. ബോംബെ, ദിൽസെ, സ്ലം ഡോഗ് മില്യനെയർ, ഇരുവർ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സംഗീത ഇന്ദ്രജാലം. ഇന്നും ജെൻസി തലമുറയുടെ വരെ പ്ലേലിസ്റ്റ് ഭരിക്കുന്നത് AR റഹ്മാൻ എന്ന ശബ്ദവിസ്മയം. ഇന്ത്യൻ സംഗീതത്തിനൊപ്പം പാശ്ചാത്യ സംഗീതത്തെയും ഹൃദയത്തിൽ ചേർത്ത റഹ്മാന്റെ സൃഷ്ടികൾ അതിർത്തികൾ കടന്ന് ലോകമാകെ ഇളം തെന്നലായി ഒഴുകിപ്പടർന്നു, ചടുല താളങ്ങളുടെ മുഴക്കങ്ങളുമായി. ആറ് തവണ ദേശീയ അവാർഡ് നേടിയ മഹാഗായകൻ. വന്ദേമാതരം എന്ന ഒറ്റ സംഗീത സൃഷ്ടിയിലൂടെ ഭാരതത്തിന്റെ ഹൃദയത്തിൽ ദേശീയബോധത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമായി. ഓസ്കാർ, ഗ്രാമി, ഗോൾഡൻ ഗ്ലോബ് തുടങ്ങിയ അന്തർദേശീയ അംഗീകാരങ്ങളും ഭാരതത്തിന് സമ്മാനിച്ചു. സംഗീതം ഒരു ശബ്ദമല്ല, അത് ഹൃദയതാളത്തിന്റെ അനുഭവമാക്കി മാറ്റിയ AR റഹ്മാൻ എന്ന സംഗീത പ്രതിഭയ്ക്ക് ജന്മദിനാശംസകൾ. Entertainment Desk, Janam.